ഹലോ, ഇന്ന് നമ്മുടെ ഉണ്ണിക്കുട്ടൻ്റെ സ്കൂളിലോട്ട് ചെയ്തു കൊണ്ടുപോകാനുള്ള ഒരു ക്രാഫ്റ്റ് വർക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് അവൻ 1-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവൻ്റെ 1-ാം ക്ലാസ്സിലെ കേരള പാഠാവലി പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിലെ പൂവ് ചിരിച്ചു പറഞ്ഞിട്ടുള്ള ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വർക്കാണ് ചെയ്യുന്നത്. ഈ ഒരു വർക്ക് എൻ്റെ തലയിൽ നിന്ന് ഉദിച്ചതല്ല കേട്ടോ. ടീച്ചർ ഒരു ലിങ്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നോക്കിയിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ടീച്ചർ തന്നെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. 2 ടിഷ്യൂ പേപ്പർ, അതുപോലെ തന്നെ കളർ A4 ഇല്ലേ, അതിൻ്റെ ഒരു പകുതി ഷീറ്റുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആശാൻ അവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു വൈറ്റ് പേപ്പർ കൊടുത്തേക്കാണ് ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പേപ്പർ ഞാനിത് എങ്ങനെ ഒന്ന് നടുവും മടക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇനി ഒരു പെൻസിൽ കൊണ്ട് ഇലയുടെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ട് വെട്ടിയെടുക്കാൻ പറ്റുന്ന ആളുകൾ ഇങ്ങനെ പെൻസിൽ വെച്ച് വരക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് കത്രിക വെച്ചിട്ടൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് ഞാൻ ഒരുപാട് ക്രാഫ്റ്റുകൾ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതെല്ലാം കണ്ടതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം. ഇല മുഴുവനായിട്ട് തന്നെ വെട്ടിയെടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഞൊറി പോലെ ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വീഡിയോയിൽ ചെയ്യുന്ന ആ ഒരു രീതിക്കാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ വീതിയുള്ള ഒരു ഇല ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും തോന്നുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വേറെ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് തന്നെ വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇല വെട്ടിയെടുത്തതിന് ശേഷം ബാക്കി വരുന്ന ആ ഒരു പേപ്പറിനകത്തേക്ക് ഈ ഒരു പെൻസിൽ വെച്ചിട്ട് നമുക്കതൊന്ന് റോളാക്കി എടുക്കാം. എന്നിട്ട് പശ തേച്ച് ഒട്ടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് പതിയെ ആ പെൻസിലൊന്ന് അതിൽ നിന്ന് ഊരിയെടുക്കാം. ഉൾവശം നമുക്കങ്ങനെ പൊള്ളയായിട്ടുള്ള രീതിയിലാണ് ഇത് വേണ്ടത്. ഇപ്പം ഞാൻ കാണിക്കുന്ന ആ ഒരു വലുപ്പത്തിൽ വേണ്ട കേട്ടോ. കുറച്ചും കൂടെ ഒന്ന് ചെറുതായിട്ട് മതി. ഈ ഒരു വലുപ്പത്തിൽ മതി കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് കറക്റ്റാക്കിയിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. ഇനി നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഇലയില്ലേ, അതിൻ്റെ ഉൾവശം നമുക്ക് ഒന്ന് ഡിസൈൻ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയിട്ടാണ് കേട്ടോ അതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഈ റോള് ആ ഇലയുടെ ഉൾവശത്തേക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഫെവിക്കോളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന ആ ഒരു വശത്താണ് നമ്മൾ ഈ ഒരു ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്യേണ്ടത്. അതിന് ശേഷം ഈ റോളൊന്ന് അതിൻ്റെ മുകളിലോട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിക്കാട്ടോ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഒട്ടി കെട്ടിയിട്ടുണ്ട്. ഇനി ആവശ്യമായിട്ടുള്ളത് ടിഷ്യൂ പേപ്പറാണ്. അപ്പോൾ 2 ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. ഒരെണ്ണത്തിൻ്റെ മുകളിൽ ഒരെണ്ണം എന്നുള്ള രീതിയിലൊന്ന് നിവർത്തിയിട്ട് കൊടുക്കാം. ഇനി ഒരു ഇറുക്കിലെടുത്തതിന് ശേഷം ആ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിലോട്ടൊന്ന് മടക്കി കൊടുക്കണം. അപ്പോൾ വീഡിയോയിൽ കാണുന്ന ആ ഒരു രീതിക്കാട്ടോ ചെയ്തെടുക്കേണ്ടത്. ആ ഇറുക്കിൽ നമുക്ക് ഒന്ന് വലിച്ചൂരി എടുക്കാനുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിക്ക് വേണം അതൊന്ന് മടക്കാൻ. വല്ലാണ്ട് ടൈറ്റാക്കിയിട്ട് മടക്കിയെടുക്കണ്ട കേട്ടോ. അപ്പോൾ അതൊന്ന് മുഴുവനായിട്ട് മടക്കിയെടുത്തതിന് ശേഷം ഫെവിക്കോൾ വെച്ചിട്ട് അതിൻ്റെ അടുത്ത അറ്റം നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇല കുറച്ച് ചെറുതായതുകൊണ്ട് തന്നെ 2 ടിഷ്യൂ പേപ്പറിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ചെറുതായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇലയുടെ വലിപ്പം കുറച്ചൊന്ന് കൂട്ടി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് ഈർക്കിളിയിൽ നിന്നൊന്ന് വേറിട്ടെടുക്കണം. അപ്പോൾ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം നമുക്കതൊന്ന് താഴത്തോട്ട് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ആ ഒരു പുഴുവിൻ്റെ കണ്ണും മൂക്കും ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു സ്കെച്ച് പെൻ എടുത്തിട്ട് അതിൻ്റെ പുറകുവശത്ത് ഇങ്ങനെ ഒന്ന് നടുഭാഗത്തായിട്ട് അങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഒരു പേപ്പറിൽ നിന്ന് ഒരു ഈർക്കിളി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചുരുട്ടി കൊടുക്കാം. നീളത്തിൽ ഇത്രയും വലുപ്പത്തിൽ വേണ്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അതൊന്ന് കത്രിക വെച്ചിട്ട് മുറിച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ റോളില്ലേ, അതിനകത്തേക്ക് കൂടി ഈ ഒരു ഈർക്കിളി ഒന്ന് കടത്തി കൊടുക്കാം. ഇനി ആ 2 റോളിലും കുറച്ച് ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോയിൽ കാണുന്ന ആ ഒരു രീതിക്ക് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പുഴുവില്ലേ, അതിനെ നമുക്ക് ഇതിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ബാക്ക് ഭാഗം ആ ഒരു റോളിലും ഇറുക്കിളി റോളിൽ അതിൻ്റെ തലഭാഗവും വരുന്ന രീതിയിലാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഇനി ആ പുഴുവിൻ്റെ ഭംഗി ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ ബ്ലാക്ക് കളർ വരയുടെ അപ്പുറം ഇപ്പുറമായിട്ടൊന്ന് റെഡ് കളർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടം അത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഏത് കൊടുത്താലും നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മോന് ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിലെത്തുമ്പോഴത്തേക്കും ഇതിൻ്റെ പാകം എന്താവും എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായിട്ട് അവനത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.